സോ ഫിറ്റ്നസ് ഇപ്പൊ എല്ലാരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഫിറ്റ്നസ്. നമ്മളൊരു സർട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്ത സമയത്തും സർട്ടിഫിക്കേഷൻ്റെ ആവശ്യകതയെക്കുറിച്ച് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നമുക്ക്. എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യങ്ങൾ. പിന്നീടാണ് അവർക്ക് ഓക്കെ ഇങ്ങനൊരു സർട്ടിഫൈഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല ഫിറ്റ്നസ് സെൻ്ററുകളിൽ അല്ലെങ്കിൽ നല്ല നല്ല ജോലികളിലോട്ട് കയറാൻ പറ്റുള്ളൂ എന്നുള്ള ഒരവസ്ഥയിലോട്ട് അത് പിന്നീട് മാറി. നല്ല ട്രെയിനേഴ്സ് ഒരുപാട് ലൈഫ്സ് സേവ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് പലരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയയുടെ മുമ്പിലേക്ക് അത് തുറന്നു വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പാരൻസ് ആണെന്നുണ്ടെങ്കിലും നന്നായിട്ട് എഡ്യൂക്കേറ്റഡ് ആയി കുട്ടികളെ ഈ ഒരു ഫീൽഡിലോട്ട് വിടുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സാർ പറഞ്ഞ പോലെ നമ്മളെ ശരീരത്തെ സ്നേഹിച്ച് തുടങ്ങി കഴിഞ്ഞാൽ വേറെ എന്തിലോട്ട് നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോകത്തില്ല. പെൺകുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന ഒരു മേഖലയാണ് ഈ സംഭവം എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ 3 മാസം കൊണ്ട് 4ാമത്തെ മാസം അപ്പൊ തന്നെ വിളിക്കുകയാണ് നമ്മുടെ പോയത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. നമ്മുടെ 4 പെൺകുട്ടികൾ ഷൂ എന്ന് പറഞ്ഞ് കയറിപ്പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസവം കഴിഞ്ഞിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി, 29ാമത്തെ ദിവസം തിരിച്ച് ജിമ്മിൽ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്, കുട്ടീനെ പ്രാമിൽ വെച്ചുകൊണ്ട്. ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ടു സംതിങ് സ്പെഷ്യൽ. ഇന്ന് സംതിങ് സ്പെഷ്യലിൽ നമുക്കിനി കുറച്ചു നേരം ഫിറ്റ്നസിനെ കുറിച്ച് സംസാരിച്ചാലോ? യെസ്, ഫിറ്റ് ആൻഡ് മെറ്റ് ഫിറ്റ്നസ് അക്കാഡമിയുടെ ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഡോക്ടർ സജിത് കുമാർ ആൻഡ് ദ മാനേജിംഗ് ഡയറക്ടർ ജിജി മോൾ നമ്മോടൊപ്പം സംതിങ് സ്പെഷ്യലിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. നമസ്കാരം. നമസ്കാരം ആൻഡ് വെൽക്കം ടു സംതിങ് സ്പെഷ്യൽ. സോ ഫിറ്റ്നസ് ഇപ്പൊ എല്ലാരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ഫിറ്റ്നസ്. എനിക്ക് തോന്നുന്നു ഈ കുറച്ച് വർഷങ്ങളായിട്ട് ആൾക്കാർ ഇതിൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലിയുടെ ഒരു ഭാഗമാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ഫിറ്റ് ആൻഡ് മെറ്റ് ഫിറ്റ്നസ് അക്കാഡമിയാണ്. എന്തുകൊണ്ടാണ് ഒരു അക്കാഡമി ഇടാൻ കാരണം ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. എല്ലാവരും ജിമ്മ് നമ്മൾ പ്രൊമോഷന് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫിറ്റ് ആൻഡ് മെറ്റ് ഫിറ്റ്നസ് അക്കാഡമിനെ കുറിച്ച് തന്നെ പറഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? യെസ്. ഞാൻ ശരിക്കും ഈ ഒരു ഫീൽഡിലേക്ക് ഒരു ആക്സിഡന്റൽ ആയിട്ട് എത്തിപ്പെട്ടതാ. ഓക്കെ എന്റെ ഒരു മെഡിക്കൽ പ്രൊഫഷനാണ്. ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു 10-12 വർഷത്തോളം ഞാൻ പല ഫിറ്റ്നസ് സെന്റേഴ്സിൽ മാനേജേഴ്സ് ആയിട്ട് അങ്ങനെ പല ഇതിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ഇൻഡസ്ട്രിയില് കുട്ടികൾ സ്കിൽഡ് ആണ്. പക്ഷേ കുറെ അവയർനെസ്സും കുറെ ഹെൽത്തിന്റെ നോളജും ഉണ്ടാവണം എന്ന് ശരിക്കും അങ്ങനെയാണ് ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പൊ അന്നത്തെ കാലത്തൊന്നും സർട്ടിഫൈഡ് ഫിറ്റ്നസ് ട്രെയിനർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റേ ഇല്ല. സർട്ടിഫൈഡ് എന്ന് പറയുന്നത് നിങ്ങൾ സർട്ടിഫിക്കേഷൻ ഉണ്ടോ ഇല്ലയോ അതൊന്നും നോക്കുന്നില്ല. നിങ്ങൾ ഓൾമോസ്റ്റ് നിങ്ങൾക്കൊരു ഫിറ്റ്നസ് എന്ന് പറയുന്ന ഒരു ജിമ്മില് ഒരു ഫിസിക് ഉണ്ടെങ്കിൽ ഒരു ട്രെയിനർ ആവും. അപ്പൊ ട്രെയിനറുടെ ഒരു ലുക്കിന് ഒരു കോൺസെപ്റ്റ് ഉണ്ട് അവിടെ. ഒരു വലിയൊരു ബോഡി ബിൽഡറിനെയാണ് ട്രെയിനറായിട്ട് ചിന്തിക്കുന്നത്. പക്ഷെ പിന്നീട് ഈ സർട്ടിഫൈഡ് ട്രെയിനർ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലല്ല ഈ പല സർട്ടിഫിക്കേഷൻസിലും. ഇപ്പൊ നോർമലി ഇത്തരം സർട്ടിഫിക്കേഷൻസ് ഈ പറയുന്ന നോളജും ഹെൽത്തും അസസ്മെന്റ്സും ഈ ജീവിതശൈലി രോഗങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ നിങ്ങൾ പറഞ്ഞല്ലേ, അതുപോലെ ജീവിതശൈലികളെ കുറിച്ച് മനസ്സിലാക്കി ഈ പറയുന്ന വ്യക്തിക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റഡി ഉണ്ട്. ആ സിലബസിൽ പഠിപ്പിച്ച് ആണ് നമുക്ക് ഈ സർട്ടിഫിക്കേഷൻ കിട്ടുന്നത്. അപ്പൊ അത്തരം സർട്ടിഫിക്കേഷൻസ് ഇന്നത്തെ കാലത്ത് ഭയങ്കര മാൻഡേറ്ററി ആണത്. അപ്പൊ അന്ന് തുടങ്ങി വെച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ കോളേജ് ഓഫ് സ്പോർട്സ് മെഡിസിന്റെ സർട്ടിഫിക്കേഷൻസ് കൊടുത്തുകൊണ്ടാണ് പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഇൻഡസ്ട്രിയിലേക്ക് കയറുന്നത്. അപ്പോ അങ്ങനെ ആ സ്റ്റഡീസ് പിന്നീട് ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ കുറച്ചും കൂടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതിന് വളരെ സീരിയസ് ആയിട്ട് എടുത്തു. കഴിഞ്ഞ 6 വർഷമായിട്ട് നമ്മുടെ സ്കിൽ സെക്ടറിന്റെ ഉള്ളിൽ ഇപ്പൊ പറയുന്ന സ്പോർട്സ് ഫിറ്റ്നസ് ലെഷർ കൗൺസിൽസും ഉണ്ട്. അവര് ഈ സർട്ടിഫിക്കേഷൻസ് ഒത്തന്റിക് ആയിട്ട് കൊടുക്കാൻ തുടങ്ങി. ദെൻ റബ്സ് ഇന്ത്യയിലേക്ക് വന്നു. റബ്സ് എന്ന് പറഞ്ഞാൽ രജിസ്ട്രേർഡ് എക്സസൈസ് പ്രൊഫഷണൽസിന്റെ ഇന്റർനാഷണൽ ബോഡിയാണ്. അപ്പോൾ അവര് ഇന്ത്യയിലേക്ക് വന്നു. ദെൻ ഇവരായിട്ട് MOU ചെയ്തു. ദെൻ ഇന്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻസ് ഇന്ന് നമ്മളുടെ നാട്ടിൽ കൊടുക്കാൻ സാധിക്കുന്നു. അപ്പൊ ഇന്ത്യയിൽ റെപ്സിന്റെ പ്രൊവൈഡേഴ്സ് ആയിട്ട് ഒരു 5-6 അക്കാഡമീസേ ഉള്ളൂ. അതിൽ ഒന്നായി ഈ സമയം കൊണ്ട് മാറാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഇത്രയും കോഴ്സുകളൊക്കെ ഒരു ജിം ട്രെയിനർ ആകാൻ വേണം. നമ്മുടെയൊക്കെ വിചാരം എന്താന്ന് പറയുമ്പോ ഒരു ജിമ്മിൽ പോവുക, കുറച്ച് മാസം കുറച്ച് ടെക്നിക്സ് ഒക്കെ പഠിക്കുക, അങ്ങനെയുള്ളവര്. ഈ ജിമ്മിലുള്ള എല്ലാവരും ഇതൊക്കെ പഠിച്ചിട്ടിരിക്കുന്നവരാണോ?
നേരത്തെ എന്ന് പറഞ്ഞ അതായത് പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആശാന്റെ കീഴില് ജസ്റ്റ് ഒന്ന് ട്രെയിനിങ് എടുത്ത് പഠിച്ച് അല്ലെങ്കിൽ അവിടെ ട്രെയിനി ആയി നിന്ന് അവർ ട്രെയിനറായിട്ട് മാറുന്ന ഒരു മെത്തേഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ ഒരു 10 വർഷം മുന്നേ നോക്കിക്കഴിഞ്ഞാൽ, ഒരു 5 വർഷം മുന്നേ നോക്കിക്കഴിഞ്ഞാലും ഇതൊക്കെ തന്നെയായിരുന്നു നമ്മളുടെ നാട്ടിലെ, അതായത് ഇന്ത്യയിലൊക്കെ അവസ്ഥകൾ ഇതൊക്കെ തന്നെയായിരുന്നു. പിന്നീടാണ് ഒരു സർട്ടിഫിക്കേഷന്റെ ആവശ്യകതകളെ കുറിച്ച് അറിഞ്ഞും കേട്ടും കുട്ടികൾ അതിനകത്തോട്ട് വരാൻ തുടങ്ങിയത്. നമ്മളൊരു സർട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്ത സമയത്തും സർട്ടിഫിക്കേഷന്റെ ആവശ്യകതയെ കുറിച്ച് കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നമുക്ക്. എന്താണ് ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യങ്ങള്. പിന്നീടാണ് അവർക്ക് ഓക്കെ ഇങ്ങനെ ഒരു സർട്ടിഫൈഡ് ആയി കഴിഞ്ഞാലേ നമുക്ക് നല്ല നല്ല ഫിറ്റ്നസ് സെന്ററുകളിൽ അല്ലെങ്കിൽ നല്ല നല്ല ജോലികളിലോട്ട് കയറാൻ പറ്റുള്ളൂ എന്നുള്ള ഒരവസ്ഥയിലോട്ട് അത് പിന്നീട് മാറി. ഇപ്പൊ പല അക്രഡിറ്റേഷൻ ബോഡികൾ, ഇപ്പൊ ഇന്ത്യയിൽ ഫസ്റ്റ് അക്രഡിറ്റേഷൻ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെപ്സ് പോലെയുള്ള രജിസ്റ്റർ ഫോർ എക്സസൈസ് പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞ ഒരു അവാർഡിംഗ് ബോഡി വന്നത് തന്നെ വലിയ കാര്യമാണ്. സോ അങ്ങനെ ഒരു അവാർഡിംഗ് ബോഡിയുടെ അണ്ടറിൽ നമുക്ക് ഗ്ലോബൽ ഡിപ്ലോമ ഇൻ പേഴ്സണൽ ട്രെയിനിങ് എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ അവർക്ക് എടുത്ത് വിദേശ രാജ്യങ്ങളിൽ, അതായത് ഇന്റർനാഷണലി അക്രഡിറ്റഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ്. സോ അവർക്ക് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ജോലി ചെയ്യാനുള്ള എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റിയും നമ്മളുടെ നാട്ടിൽ നിന്ന് തന്നെ അവർക്ക് കിട്ടിപ്പോകുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. സോ അതിനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കാൻ നമ്മളെ പോലുള്ള അക്കാഡമികൾക്ക് സാധിച്ചതിൽ നമ്മൾ വളരെ പ്രൗഡാണ് അല്ലെ? ഈ ഇനിഷ്യൽ സ്റ്റേജിൽ ഇപ്പം മാം പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എല്ലാരും വിചാരിക്കുന്ന ഒരു ഇത് നമ്മൾ പഠിക്കുകയാണല്ലോ, തിയറി അത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും പ്രാക്ടിക്കൽ നോളേജ്, പ്രത്യേകിച്ച് ഇതിനൊക്കെ വേണ്ടി ഒരുപാട് ഇയേഴ്സ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ നോളേജ് വേണം. അങ്ങനെയൊക്കെ ഒരുപാട് നിങ്ങൾ ബുദ്ധിമുട്ടിട്ടുണ്ടാവും. ഇതൊരു ഇമ്പോർട്ടന്റ് ആണ് ഈ സർട്ടിഫിക്കറ്റ്. ഇപ്പൊ ഇനിഷ്യൽ സ്റ്റേജിലെ സ്ട്രഗിൾസ് എങ്ങനെയായിരുന്നു? അല്ല, ശരിക്കും ഈ തിയറിക്കാണ് പിള്ളേർ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളത്. പ്രാക്ടിക്കലി അവര് 14-15 വയസ്സിൽ നിങ്ങളൊരു നല്ലൊരു ഫിറ്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ നോർമലി ഒരു നല്ലൊരു ബോഡി ബിൽഡറെ നിങ്ങൾ കാണാന്ന് വെച്ചോ. ആ പയ്യൻ തുടങ്ങിയിട്ടുണ്ടാവും ഓൾമോസ്റ്റ് 14-15 വയസ്സ്. അവന്റെ ടെസ്റ്റോസ്റ്ററോൺ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവന് ജിമ്മിൽ പോകണം എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വരും. അപ്പൊ നോർമലി ആ ജിമ്മിൽ പോകുന്നതും 1 വർഷം 2 വർഷം അവൻ ജിമ്മിനെ നന്നായിട്ട് പ്രേമിക്കും. പിന്നെ ഇടയ്ക്ക് തേപ്പൊക്കെ കിട്ടുമ്പോൾ കൂടുതൽ ഇരുമ്പിനെയൊക്കെ അങ്ങനെ പ്രേമിക്കും. അപ്പൊ നോർമലി ഇതൊക്കെ വന്നു കഴിഞ്ഞതിന് ശേഷം അവര് പ്രാക്ടിക്കലി അവര് സ്കിൽഡ് ആണ് അവര്, മനസ്സിലായി. അപ്പൊ അവർക്ക് ഏത് തരത്തിലുള്ള എക്സസൈസ് കുറച്ച് ചിലപ്പോ അവര് പറയുന്നത് എന്താ വെച്ചാൽ അത് ചെയ്യാൻ തെറ്റാണ്, ഇത് ചെയ്യാൻ തെറ്റാണ്. അപ്പൊ എന്തുകൊണ്ട് തെറ്റാവണു എന്ന് മാത്രം ഇവർക്ക് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. അപ്പൊ ആ ഏരിയയിലാണ് ഞങ്ങൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് എന്തുകൊണ്ട് തെറ്റ്, അതായത് ബയോമെക്കാനിക്കൽ, കൈനസോളജി ഇത് പഠിച്ചു കഴിയുമ്പോൾ നോർമലി നിങ്ങൾക്ക് ഇത് തെറ്റ് എന്തുകൊണ്ടാണെന്ന് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ തരത്തിലുള്ള തിയറിറ്റിക്കൽ നോളജ് ഇവർക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. ആദ്യം അവർക്ക് ബോറിംഗ് ആണ്, പഠിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ പിന്നീട് അവര് ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ അത് ആവശ്യമാണെന്ന് അവർക്ക് മനസ്സിലായപ്പോൾ അവർ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നു. അവർക്ക് ഇഷ്ടമുള്ള വിഷയമാണ് പഠിക്കുന്നത്. അവര് ബൈസെപ്സിനെ കുറിച്ചും ട്രൈസെപ്സിനെ കുറിച്ചും അല്ലെങ്കിൽ ലാറ്റിസിമസ് ഡോഴ്സിനെ കുറിച്ചും എന്നൊക്കെ പുതിയ പേരിൽ കേൾക്കുന്നു. നമ്മുടെ ബാക്കിന് വിങ്സ് എന്ന് പറയുന്നു, ബൈസിന് ബൈസ് എന്ന് പറയുന്നു, ട്രൈസ് എന്ന് പറയുന്നു. അപ്പൊ ഈ മസിൽസിന്റെ പേരുകൾ സയന്റിഫിക് ആയിട്ട് പഠിക്കുന്നു. ഇത് എവിടെ ഒറിജിൻ ചെയ്യുന്നു, ഇതിന്റെ പണി എന്താണ്, എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഇതൊക്കെ വരുന്നു എന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കുറച്ചൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ അവരുടെ മൈൻഡിലേക്ക് കയറി പഠിപ്പിച്ചാൽ അവർക്ക് അത് തലകയറും. അത് കയറും അല്ലെ? ഇപ്പം നമുക്കിപ്പോ ഒരുപാട് കോഴ്സസ് നമ്മുടെ ഇപ്പം കേരളത്തിൽ തന്നെ അവൈലബിൾ ആണ്. 6 month കോഴ്സസ്, 7 month. അപ്പം അതിലേക്ക് വെച്ച് നോക്കുമ്പോൾ ആ ഒരു ജിം ഒരു ഏരിയ വെച്ച് നോക്കുമ്പോൾ ഇതിന് എത്രത്തോളം നമുക്കൊരു ലോങ് ടൈം ഒരു പ്രൊഫഷൻ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ ഈ ഒരു ജിം ട്രെയിനിങ് അല്ലെങ്കിൽ ഒരു ട്രെയിനർ എന്ന നിലയിൽ? സാധാരണഗതിയില് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ജിം ട്രെയിൻ, പണ്ട് കാലത്ത് ഞാൻ പറയാം, ഞങ്ങളൊരു 22 വർഷമായി ഞങ്ങൾ ഫിറ്റ്നസ് സെന്ററിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഞങ്ങൾ 2 പേരും പല ജോലികളും ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. ഞങ്ങൾ ഫിറ്റ്നസ് സെന്ററിൽ കാലെടുത്ത് കുത്തിയതിന് ശേഷം ഞങ്ങൾക്ക് വേറൊരു ജോലി പോയിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രസവം കഴിഞ്ഞിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ മതി, 29ാമത്തെ ദിവസം തിരിച്ച് ജിമ്മിൽ വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്, കുട്ടീനെ പ്രാമിൽ വെച്ചുകൊണ്ട്. എന്റെ 2 കുട്ടികൾ വളർന്നത് ഫിറ്റ്നസ് സെന്ററിലാണ്. അന്ന് നമുക്കൊക്കെ ഉണ്ട്, എല്ലാവരും കാണുമ്പോ അദ്ദേഹത്തിനോട് ചോദിക്കും, നിനക്കെന്താ 3 പ്രാവശ്യമായി, 3 പ്രസവിച്ചു എന്നൊക്കെ ചോദിക്കും. പക്ഷെ 3 പ്രസവിച്ചതിന്റെ അല്ല, ആ കുട്ടികളെയൊക്കെ വളരെ സീരിയസ് ആയിട്ട് അവള് നോക്കിയിട്ടുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഫിറ്റ്നസിന് ഭയങ്കരമായിട്ട് പ്രണയിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് ഫീൽ ചെയ്യത്തില്ല ഒരു ജോലിക്ക് പോവാണ്. ഫസ്റ്റ് ഈ ഒരു ഇനിഷ്യൽ ഈ ഒരു അക്കാഡമി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യാം. ഇനിഷ്യൽ സ്റ്റേജില് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായി കാണും. കാരണം ആദ്യം ഇത് വേണ്ടതാണ് എന്ന് ബോധ്യപ്പെടുത്താൻ തന്നെ എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്ക് ഇപ്പൊ പാരന്റ്സ് ആയാലും ഓപ്റ്റ് ചെയ്യുന്നത് ഡോക്ടർ, എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഹൈ സാലറി അല്ലെങ്കിൽ ഹൈ സെറ്റ് ഫുൾ
ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആണ് പേരൻസ് നോക്കുന്നത്. ഇനിഷ്യൽ സ്റ്റേജിലെ സ്ട്രഗിൾസ് എന്തൊക്കെയായിരുന്നു ഈ ഒരു ഫിറ്റ് ആൻഡ് മെറ്റ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് സ്റ്റാർട്ട് ചെയ്ത ഒരു വർഷത്തേക്ക് ആ, ഞാൻ കാനഡയ്ക്ക് പോകുന്നതിന് തൊട്ട് മുമ്പ് ആ, കാനഡ വിസയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു വർഷം മാത്രം ഞാൻ പഠിപ്പിക്കുമെന്നും പറഞ്ഞാണ് ഞാൻ ഈ അക്കാഡമി തുടങ്ങിയത്. എനിക്ക് ഓക്കെ, വലിയ വിഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ഓക്കെ, അക്കാഡമീനെ വലുതാക്കണമെന്നോ. എനിക്കൊരു ഇവിടെ ഒരു വർഷം പഠിപ്പിക്കണം, അത് കഴിഞ്ഞിട്ട് എനിക്ക് കാനഡ പോകണം, അവിടെ എൻ്റെ മക്കളായിട്ട് സെറ്റിൽ ആവണം. ഓക്കെ. അപ്പൊ എന്റെ വിസ റിജക്ഷൻ വന്നു. വിസ റിജക്ഷൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ഞാൻ വിസ റിജക്ഷൻ വന്നപ്പോ ഞാൻ നന്നായി കരഞ്ഞു. അപ്പൊ ഇദ്ദേഹം വന്നിട്ട് എന്നോട് പറഞ്ഞു, തന്റെ വിധി ഈ നാട്ടിൽ കിടന്ന് ചാവണ, താനൊരിക്കലും പോവില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ അവിടെ സന്തോഷിക്കുക അല്ലേ? അല്ല, വിസ റിജക്ഷൻ വന്നപ്പം സത്യത്തിൽ ഞാൻ സന്തോഷിക്കുക ചെയ്തത്. കാരണം അന്ന് എനിക്ക് സജിത്ത് ഇവിടുന്ന് മാറി നിൽക്കാന്ന് പറയുന്നതിനെ കുറിച്ച് ഒട്ടും ചിന്തിക്കാൻ പറ്റുന്ന അതിനുള്ളൊരു മെച്യൂരിറ്റി ആയിട്ടുള്ള ഒരു ഏജ് ആയിരുന്നില്ല അന്നേരം. സോ അപ്പോഴേക്ക് ചോറായി. ഇപ്പൊ നീ ആർക്കും തരും. അന്നേരം വിസ റിജക്ഷൻ വന്നെന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞ ഉള്ളുകൊണ്ട് ഞാൻ സന്തോഷിച്ചു. ഞാൻ ഇതുപോലൊരു മറുപടിയാ വന്ന് പറഞ്ഞേ. ഇനിയിപ്പോ നമുക്ക് എന്താണോ നമ്മളിപ്പോ കണ്ടിന്യൂ ചെയ്യുന്നത് അതുമായിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് പിന്നെ അത് ആ ഒരു അതായത് ഫിറ്റ്നസ് അക്കാഡമി ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകാനുള്ള തീരുമാനം. പിന്നെ എനിക്ക് വലിയ സ്ട്രഗിൾ ഒന്നും വരുന്നില്ല. എന്താണെന്നറിയില്ല, ദൈവഭാഗ്യമാണ്. ഞാൻ പഠിപ്പിച്ചു തുടങ്ങിയത് ഒരു സ്റ്റുഡന്റിനെ വെച്ചോണ്ടാട്ടോ. ഒരു പെൺകുട്ടിയാണ് എനിക്ക് ആദ്യം വന്ന് ഫീസ് തരണേ. ഞാൻ ഓഫീസിൽ തുടങ്ങുന്നത് 9-ാം തീയതി എന്ന് പറയും. 10-ാം തീയതി ഞാൻ ഓഫീസ് എന്റെ അക്കാഡമി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 9-ാം തീയതി തുടങ്ങിയിട്ട് 10-ാം തീയതി ക്ലാസ് തുടങ്ങുക. ആ കുട്ടിയാണ് എനിക്ക് കൊണ്ടുവന്ന് ഫീസ് തരണേ. അപ്പൊ ഞാൻ ഒരു കുട്ടീനെ പഠിപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ നോർമലി എനിക്ക് എന്നാലും ഒരു സമാധാനം ഉണ്ട്. എനിക്ക് 2 മണിക്കൂർ പണിയെടുത്താൽ മതി. രാവിലെ തുടങ്ങി 5 മണി തുടങ്ങി 10 മണി വരെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ലൈഫൊക്കെ ഉണ്ടായിരുന്നതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ ഇത് വന്നത്. എല്ലാവരും ഒബ്ജക്റ്റ് ചെയ്തു തന്നെ, സ്വന്തം ജോലി കളയുന്നു, അത് ചെയ്യുന്നു, നിന്റെ എപ്പോഴും അഹങ്കാരം കാണിക്കുള്ളൂ, ദുബായിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നത് നിന്റെ അഹങ്കാരം, എല്ലാം നമ്മളെ കുറ്റപ്പെടുത്തുള്ളൂ. നമ്മൾ ഇവർ പറഞ്ഞത് കേൾക്കാതിരിക്കുക. രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ വീട്ടുകാരും ബന്ധുക്കളും പറയണ കേൾക്കരുത്. നമ്മൾ നമ്മുടെ വഴി മുന്നോട്ട് പോവാ. ദെൻ 3-ാമത്തെ ദിവസം 2 പിള്ളേരും കൂടെ വന്നു. അടുത്ത മാസം അപ്പൊ ഞാൻ 10 ചെയർ മേടിച്ചു. 10 ചെയറാണ് ആകെ മേടിച്ചത്. അടുത്ത മാസം 20 പേര് വന്നു. സെക്കൻഡ് മന്ത് എല്ലാ ബിസിനസ്സിനും 6 മാസം വേണം കേട്ടോ രക്ഷപ്പെടാൻ. അപ്പോ 2-ാമത്തെ മാസം 20 പേര് വന്നു. പിന്നെ ഞാൻ ചിലപ്പോൾ ക്ലാസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും ജോയിൻ ചെയ്യുമ്പോൾ എന്റെ ചെയർ മാറ്റിയിട്ട് ഞാൻ ഫുൾ ടൈം നിന്നുകൊണ്ടാ പഠിപ്പിക്കണേ. അപ്പൊ പിന്നെ എനിക്ക് തോന്നി അത് ഒരു ക്ലാസ് റൂം കൂടി എടുക്കാം, വേറെ ഒരു ട്യൂട്ടറേയും കൂടെ വെക്കാം. അങ്ങനെ ഞാൻ 2 ട്യൂട്ടർ 6 മാസത്തിനുള്ളിൽ ഓൾമോസ്റ്റ് എന്റെ കാര്യം നാട്ടുകാർ വിജയിപ്പിച്ചു. ബിക്കോസ് എന്താ വെച്ചാല് നമ്മൾക്കെതിരെ നെഗറ്റീവ് പറയുന്ന ആൾക്കാര് ഇപ്പോ ഈ ഒരു ഇന്റർവ്യൂ വിട്ടാലും ഇതിന്റെ താഴെ കുറെ നെഗറ്റീവ് കമന്റ്സുകളായിരിക്കും ആദ്യം കുറച്ചു പേർക്ക് ഇറക്കാൻ പോകുന്നത്. അപ്പൊ ആ നെഗറ്റീവ് കമന്റ്സ് എറിയുന്നവനാണ് നിങ്ങളുടെ വിജയത്തിന്റെ അവർക്കാണ് നിങ്ങൾ കൊണ്ട് പൈസ കൊടുക്കേണ്ടത്. നിങ്ങൾ പോസിറ്റീവ് പറയുന്ന ഒരാൾക്ക് നിങ്ങൾ കൊണ്ട് പൈസ കൊടുക്കരുത്. നിങ്ങൾ ആരൊക്കെ നെഗറ്റീവ് പറയുന്നുണ്ടോ അവർക്കൊക്കെ നിങ്ങൾ ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തു. അപ്പൊ എന്താ കാരണം വെച്ചാൽ എന്നെ പറ്റി പറഞ്ഞ എന്തായിരുന്നു വെച്ചാൽ ഞാൻ പോലും വിശ്വസിച്ചിട്ടില്ല. അമേരിക്കയിലെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്ത് അവിടുത്തെ എക്സാംസ് പിള്ളേരെ പഠിപ്പിച്ച് ഇവരെ ജയിപ്പിക്കുന്നു. അമേരിക്കയിലെ വെബ്സൈറ്റ് ഒക്കെ ഹാക്ക് ചെയ്യാൻ പറ്റാവുന്ന തരത്തിലുള്ള സൈബർ നോളജ് ഒന്നും എനിക്കില്ലായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ച് വെറും വൈറ്റിലയിൽ കിടക്കുന്ന ഒരു സാധാരണ സജിത് കുമാർ തുടങ്ങിയ ഒരു അക്കാഡമി അമേരിക്കൻ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു, കേരളത്തിൽ മൊത്തം ബാൻ ചെയ്തു. കുറച്ചുനാൾ കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചത്, ഇന്ത്യയിലെ എക്സാം ബാൻ ചെയ്തു. അപ്പൊ എനിക്ക് പേടിയായി, എന്താ സംഭവം, ഞാൻ തന്നെയാണോ ഇനി ഹാക്ക് ചെയ്ത്? അപ്പോ ഇത് പോലീസ് സ്റ്റേഷനിലൊക്കെ കേസൊക്കെ പോയി. അപ്പൊ മരട് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോ എനിക്കെതിരെ കുറച്ച് പിള്ളേര് വന്നു. അപ്പോ പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ഉണ്ട്, സാർ ഇദ്ദേഹം കുറച്ച് പിള്ളേരെ കുറച്ച് വേറെ രീതിയിൽ എൻ്റെ അടുത്ത് ആദ്യം സാർ എന്നൊക്കെ വിളിക്കും കേട്ടോ, പിന്നീട് വേറെ എന്തൊക്കെ വിളിക്കും നമ്മളെ. അപ്പൊ അതുപോലത്തെ കുറച്ച് പിള്ളേരുടെ ഒരു ഗ്യാങ്ങിൽ പെട്ടതായിരുന്നു. അങ്ങനെ അവിടെ വന്നു സംസാരിച്ചു, ഇതെല്ലാം പോലീസ് ചോദിച്ചു, സാർ ഇവര് അമേരിക്കയിലെ സൈറ്റ് വിളിച്ചു. അപ്പൊ നീ ജയിച്ചോ? ഇല്ല, ഞാൻ മര്യാദയൊക്കെ പഠിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ ഞാൻ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവനും ജയിച്ചത് ആ വഴി തന്നെ ആയിരിക്കുമല്ലോ. അപ്പോ ആ ലെവലിലേക്ക് ഈ സംഭവം നാട്ടുകാർ വിജയിപ്പിച്ചു തന്നാ. 6 മാസം കൊണ്ട് ഏകദേശം എന്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് 100 പിള്ളേരെ ഇറക്കി. അപ്പൊ പിന്നെ നമ്മൾക്ക് 1 by 1 ആയിട്ട് പിന്നെ നമുക്ക് തിരിഞ്ഞു നോക്കണ്ട്. ഇപ്പൊ ആരൊക്കെ നമ്മളെ തോപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മളുടെ അടുത്ത് പോയ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കുറെ സ്റ്റുഡൻസ് ഉണ്ടാവും. അവരിങ്ങോട്ടേ റെഫർ ചെയ്യുള്ളൂ. അവരുടെ മക്കള് ഇപ്പൊ അമ്മയും മോനും കൂടെ ഒരുമിച്ച് വന്ന് പഠിച്ചിട്ടുണ്ട് ഇവിടെ. അമ്മയും മകനും കൂടെ ഒരുമിച്ച് വന്ന് പഠിച്ച ആ പയ്യൻ ബിടെക് കഴിഞ്ഞ പയ്യനാ. മനസ്സിലായി. അപ്പൊ അമ്മയ്ക്ക് തോന്നി ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ ക്രൂയിസ് ഷിപ്പിലേക്ക് സെലക്ഷൻ ഒക്കെ കിട്ടി.
പക്ഷെ ഓക്കെ ഓക്കെ പോകുന്നുണ്ടോന്ന് അവന്റെ തീരുമാനമാണ്. തീരുമാനം. അപ്പൊ നോർമലി ഇതുപോലെ നമുക്ക് ഈ ജോബിന്റെ ഓപ്പർച്യൂണിറ്റീസ് ധാരാളം ഉള്ളതാ. പക്ഷെ അതിനെ നന്നായിട്ട് ഡെലിവർ ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മൾക്ക്. ശരിക്കും ഈ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ജിം എന്ന് പറയുന്നത് നിങ്ങൾ താഴ്ത്തി പറയേണ്ട ആവശ്യമില്ല. അവര് നാളെ ലൈഫ് സ്റ്റൈൽ ഡോക്ടേഴ്സ് ആണെന്ന് അവർ തിരിച്ചറിയണം. അപ്പോ സാധാരണ നമ്മുടെ നാട്ടിൽ പെണ്ണ് കൊടുക്കുന്നതൊക്കെ ഗവൺമെന്റ് ജോലി ഉണ്ടെങ്കിലേ കൊടുക്കുള്ളൂ. ഒരു ഗവൺമെന്റ് ജോലിയുള്ള ഒരാള് ഇടുന്നത് ആ അവരുടെ ഒരു മാസത്തെ ശമ്പളം നമ്മുടെ പിള്ളേര് ട്രെയിനേഴ്സിന്റെ ഒരു ഷൂവിന്റെ വില ഉണ്ടാവില്ലേ? മനസ്സിലായോ? അവര് ചിലപ്പോ 40,000 രൂപയുടെ ഷൂസ് ഒക്കെ ഇട്ടിട്ട് വരുന്നത് കണ്ടപ്പോ നിങ്ങൾ അത്രയും ലൈഫ് സ്റ്റൈലില് സാധാരണക്കാരായിട്ടുള്ള ഒരു ജോലിക്ക് പോകുന്ന ഒരാൾക്ക് ജീവിക്കാൻ പറ്റും. ട്രെയിനേഴ്സിന്റെ ലൈഫ് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറിയാ. പക്ഷെ അത് പല ആൾക്കാരും മനസ്സിലാക്കുന്നില്ല. എനിക്കൊന്ന് ജിം ട്രെയിനർ മാറ്റി ജിം ഓണർ ആണെങ്കിൽ പിന്നെ പെണ്ണു കൊടുക്കാൻ സാധ്യത. അയ്യോ കൊടുക്കരുത്. അയ്യോ ജിം ഓണർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ? കൊടുക്കരുത്. ഒരു ഇൻഡസ്ട്രി വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ ജിം ഓണർ ആയിരിക്കും ഏറ്റവും ദരിദ്രവാസി. ബിക്കോസ് ഓണർമാര് ശരിക്കും പൈസ കൊടുത്ത് ഇപ്പോ ഞങ്ങളൊക്കെ ഇൻസെന്റീവ്സ് മേടിച്ചുകൊണ്ട് പോണ കണ്ടിട്ട് ആ സ്ഥാപനം ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥാപനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡയറക്ടേഴ്സിന് സാലറി കൊടുത്തിട്ടുണ്ടായിരുന്നു 40,000 രൂപയാ. ആള് ഇൻസെന്റീവ് മാത്രം മേടിച്ചുകൊണ്ട് 1,00,000 രൂപയാ. അപ്പൊ ഡയറക്ടേഴ്സിനെയും മാനേജിംഗ് ഡയറക്ടേഴ്സിനെയും മേലെ സാലറി മേടിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെ ഇൻസെന്റീവ്സ് മേടിക്കണം. മന്ത്ലി ഏകദേശം 1.2 ആളുണ്ടാക്കും. അപ്പോ അത് നമ്മൾ എഫോർട്ട് കൂടിയിട്ടാ. അപ്പൊ നമ്മളെ ബോർഡ് മീറ്റിംഗിൽ വന്നപ്പോൾ ചെയർമാനും എല്ലാവരും വന്നിട്ട് പറഞ്ഞു, ഇത്രയും എമൗണ്ടുകൾ ട്രെയിനേഴ്സും ഇവരൊക്കെ മേടിക്കുന്നത് കുറയ്ക്കണം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞു സെയിൽ കുറച്ചാൽ മതി. നിങ്ങൾക്ക് വരുമാനം കുറച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവർക്ക് കൊടുക്കുന്ന പൈസ അവരുടെ ഇൻസെന്റീവാ അല്ലെ? നിങ്ങളൊരു കാര്യം ചിന്തിച്ചാൽ മതി. ഇത് ജിം ഓണേഴ്സ് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവും കുറച്ചും കൂടെ ബിസിനസ് ഒക്കെ അറിഞ്ഞ ജിം ഓണേഴ്സ് ആണെങ്കിൽ ഓക്കെയാണ്. 10 ലക്ഷം രൂപ വരുന്ന ഒരു ജിം അല്ലെ, 10 ലക്ഷം രൂപ വരുന്ന ജിമ്മില് 20 ലക്ഷം ആക്കി കൊടുക്കുന്ന ആരാ? അവിടുത്തെ ട്രെയിനേഴ്സാ അല്ലെ? നിങ്ങളുടെ സ്റ്റാഫാണ് നിങ്ങളെ ഏറ്റവും വലുതാക്കി തരുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ബുക്ക് ചെയ്തിട്ട് 4ഉം 5ഉം ബ്രാഞ്ച് ചെയ്ത ജിമ്മുകളും ഉണ്ട് ഇവിടെ. അപ്പൊ നമ്മള് പിള്ളേരെ പഠിപ്പിച്ചു കൊടുക്കുന്നത്, നിങ്ങൾ പോയി ഏത് ജിമ്മിലാണോ നിങ്ങൾ ജോലി ചെയ്യുന്നത് അവിടെ ആ സ്ഥാപനത്തിന്റെ 10 ബ്രാഞ്ചുകൾ ഉണ്ടാക്കാനായിട്ട് കഴിവുള്ള പില്ലേഴ്സ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്തു. നമ്മൾ ജോലി ചെയ്തോ രാവിലെ 5 മണി തുടങ്ങി 10 മണി വരെ, നിങ്ങൾ ക്ലോക്ക് ടൈം ഒന്നും നോക്കണ്ട. പക്ഷെ നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത് പുറകെ വന്നോളും. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്ത നമ്മുടെ പിള്ളേരെ കുറെ പേര് അങ്ങനെ രക്ഷപ്പെട്ട് ജിം ഓണേഴ്സ് ആയിട്ടുണ്ട്. കാരണം അവര് അത്രയും നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. ഇപ്പൊ നമ്മൾ പറയുന്ന എല്ലാ ഉപദേശവും എല്ലാവരും കേൾക്കത്തില്ലല്ലോ, വേണ്ടുന്നവരെ കേൾക്കത്തുള്ളൂ. അത് അവർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തന്നെ പിന്നെ നമ്മൾ ഉപദേശിക്കാൻ പറ്റും. ആ ലെവലിലേക്ക് അവർ വളരും. ഇപ്പൊ എനിക്കൊന്ന് സോഷ്യൽ മീഡിയ ഇപ്പൊ ഭയങ്കര ഒരു ഇമ്പാക്ട് ഈ ഒരു ഫിറ്റ്നസ് മേഖലയിൽ ഒരുക്കുന്നുണ്ട്. കാരണം എനിക്ക് തന്നെ ഫീൽഡില് ഒന്നെങ്കിൽ ജിമ്മി ഇത് 10 പ്രാവശ്യം ചെയ്യൂ, ഇത് കുറയും, അല്ലെങ്കിൽ ഇത് 10 പ്രാവശ്യം ചെയ്യും. അപ്പൊ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ തന്നെ സേവ് ചെയ്ത് വെക്കും. ഓക്കെ, അല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്യും. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ കുറെ ട്രെയിനേഴ്സ് ഉണ്ട്. അപ്പം അത് കറക്റ്റ് ആയ ഒരു മെത്തേഡ് ആണോ ഈ ഓൺലൈൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ ബിലീവ് ചെയ്ത്? അല്ല, ഓൺലൈൻ ട്രെയിനിങ് നമ്മൾ കോവിഡിന് ശേഷം ഉണ്ടായ പരിപാടിയാണ് കേട്ടോ. കോവിഡിന് ശേഷമാണ് എല്ലാ ഒരു ചേഞ്ചസ് വന്നത്. ഇപ്പൊ ഞങ്ങള് കോവിഡിനൊക്കെ ജിം ഇൻഡസ്ട്രീസ് ഒക്കെ വളരെയധികം തകർന്ന് ഇല്ലാണ്ടായി പോയ അവസ്ഥകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് റിക്കവർ ചെയ്ത് ഇപ്പൊ ഞാനടക്കുള്ള അക്കാഡമിയൊക്കെ റിക്കവർ ചെയ്ത് ഓൺലൈൻ ക്ലാസ് കൊടുത്തിട്ടാ. പിന്നീട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. അവൻ ഏകദേശം 2.5-3 ലക്ഷം രൂപ സമ്പാദിക്കുന്നുണ്ട്. വൈഫ് നമ്മുടെ എന്താ പറയാ ഒരു മെഡിക്കൽ സെക്ടറിൽ ന്യൂട്രീഷനിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ സാലറി ഏകദേശം 40-50,000, ഇവന് 3 lakhs 4 lakhs. പക്ഷെ ഇവൻ പണിക്കൊന്നും പോകത്തില്ല. എന്താ, ഇവന്റെ ഒരു മുറിയിൽ ഇതുപോലത്തെ ക്യാമറയുടെ മുമ്പിലാണ് ട്രെയിൻ ചെയ്യുന്നത്. ട്രെയിനിങ് കൊടുക്കുന്ന ആർക്കാന്നറിയോ? ഓസ്ട്രേലിയയില്, US-ല്, കാനഡയില് ഇങ്ങനെയുള്ളവർക്ക് ക്ലയൻസ് കൊടുക്കണേ. അപ്പൊ നിങ്ങൾ അവിടെ 1 മണിക്കൂറിന് പേഴ്സണൽ ട്രെയിനേഴ്സിന്റെ ശരാശരി വേതനം എന്ന് പറയുന്നത് $50-60 1 മണിക്കൂറിന്. $60 എന്ന് പറയുമ്പോ ഏകദേശം 6,000 രൂപ അടുത്തായി അല്ലെ? 6,000 രൂപ 1 മണിക്കൂറിന് കൊടുക്കണം. അപ്പൊ നോക്കുമ്പോ 20,000 രൂപ ഇവിടുത്തെ ഇന്ത്യൻ ട്രെയിനർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവര് പറയണ കേട്ടിട്ട് അവർക്ക് ട്രെയിൻഡ് ആവും പള്ളേ. എന്തിന്? ഇദ്ദേഹം പോലും കോവിഡിലെ ഏകദേശം 4-6 പേർക്ക് ഇന്റർനാഷണൽ ക്ലയൻസിന് ട്രെയിനിങ് കൊടുക്കണ്ടായിരുന്നു. അപ്പം ഈ പറയുന്ന മേഖല വളരെയധികം ഓൺലൈനിൽ വികസിച്ചത് ഈ നമ്മുടെ കോവിഡിന് ശേഷമാണ്. പിന്നെ അത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ രാവിലെ അങ്ങോട്ട് അനങ്ങും ഇങ്ങോട്ട് അനങ്ങും എന്ന് പറയാൻ ഒരാൾ വേണം.
നമുക്കെല്ലാം അറിയാം അല്ലെ, ജിമ്മിൽ പോയാൽ വയറ് കുറക്കാം, നമ്മൾ ശരീരം ഉണ്ടാക്കാം നല്ല. പക്ഷെ ആരെങ്കിലും ഒന്ന് നമ്മളെ മോട്ടിവേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിന്റെ പുറകെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ ഒരാള് അടിച്ച് ക്ലാസ്സിൽ വിട്ടില്ലായിരുന്നെങ്കിൽ 10ാം ക്ലാസ് വരെ നമ്മൾ പോവായിരുന്നാ? ഇല്ല, ഒരിക്കലും നമ്മൾ പോവില്ല. 10ാം ക്ലാസ് പരീക്ഷയിലേ എഴുതില്ല അമ്മയപ്പനും ഉണ്ടായിരുന്നെങ്കിൽ. അപ്പൊ നമ്മൾ അതുപോലെ തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ വയറൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സാധനം പിസ്സൊക്കെ തിന്ന് വയറ് വീർപ്പിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇത് കുറയ്ക്കാന്ന് പറയുന്നത് ആരെങ്കിലും വേണം. ആ ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ പറയുന്ന ട്രെയിനർ. അപ്പൊ ഈ ട്രെയിനറെ പേടിച്ചിട്ടൊക്കെ ഇവര്, അയ്യോ എന്റെ ട്രെയിനർ, അവര് ഇപ്പൊ നമ്മുടെ ട്രെയിനേഴ്സ് ഒക്കെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ, എന്ത് കഴിക്കണതിന് തൊട്ട് മുമ്പ് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരണം വാട്സപ്പ്. അപ്പൊ നിങ്ങൾ അത് കാണുമ്പോ ഇത് കഴിക്കണ്ട അത് കഴിക്കണ്ട, ഇപ്പൊ കഴിച്ചു എന്ന് വെച്ചോളൂ, അറിയാണ്ട് കഴിച്ചു എന്ന് വെച്ചാൽ ഇവര് ഇവിടെ ഇട്ട് ബാക്കിയുള്ള പണിഷ്മെന്റ് ആ 50 മിനിറ്റ്സ് ചെയ്യാനുള്ള എക്സസൈസിനോടൊപ്പം ഒരു അരമണിക്കൂർ എക്സ്ട്രാ കൊടുക്കും. അപ്പോ അല്ല, ഞാൻ കണ്ടിട്ടുണ്ട് പല സെലിബ്രിറ്റീസ്, അയ്യോ എന്റെ ട്രെയിനർ കാണണ്ട, പേടിച്ചാണ് എല്ലാരും ഇന്നിപ്പോ നമ്മള് ട്രെയിനേഴ്സ്, ഇപ്പൊ എന്റെ പല സ്റ്റുഡൻസും പല സെലിബ്രിറ്റി ട്രെയിനറാണ്. ഇപ്പൊ എന്റെ അടുത്ത് ഒരു പയ്യൻ വന്നായിരുന്നു. അവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എവിടെയെങ്കിലും ജിമ്മിൽ ജോയിൻ ചെയ്യണം. അപ്പൊ ഞാൻ അന്ന് താജിൽ ഇന്റർവ്യൂ നടക്കണ്ടായിരുന്നു. അപ്പോ നമ്മുടെ ലുലു മോളുടെ ഇത് കൺവെൻഷൻ മാരിയോട്ടില്. അപ്പൊ അവിടെ വെച്ച് ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് അവൻ അവിടെ സെലക്ട് ആയപ്പോ അവൻ എപ്പോഴും വിളിച്ചിട്ട് പറയും, അയ്യോ സാറേ എനിക്ക് ഒട്ടും താല്പര്യമില്ല, എനിക്ക് ജിമ്മാണെങ്കിൽ ഒത്തിരി പേരുണ്ടാവും, ഇവിടെ വലിയ വലിയ ഹോട്ടലല്ലേ. അപ്പൊ ഞാൻ ചോദിച്ചു നിനക്ക് ഫുഡിന്റെ പ്രശ്നമായി? ഫുഡായി, ഞാൻ എന്റെ ലൈഫിൽ കഴിക്കാത്തതും ഇനി കഴിക്കാൻ സാധ്യതയില്ലാത്ത ഭക്ഷണങ്ങളൊക്കെ ഞാൻ അവിടെ കഴിക്കുന്നുണ്ട്, പിന്നെ എന്താ പ്രശ്നം? അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോ ഇവന്റെ ടോൺ മാറി. നമ്മുടെ ഈ യൂസഫ് അലി സാറിനെ നേരിട്ട് കണ്ടു, അദ്ദേഹത്തിന് വർക്കൗട്ട് കൊടുത്തു. അപ്പൊ ഞാൻ പറയട്ടെ, യൂസഫ് അലി സാറിനെ പോലെ എത്തടിപ്പിക്കാൻ എന്റെ പിള്ളേർക്ക് പറ്റി. എന്താ എത്തടി? നിങ്ങൾ സ്കോട്ട് ചെയ്യില്ലേ, നമ്മളെ എത്തിടണം എങ്ങനെ അല്ലേ? അപ്പൊ നോർമലി ഇതേപോലെ ട്രെയിനറെ സംബന്ധിച്ച് ഏത് IG വന്നാലും DIG വന്നാലും അവര് 10 സ്കോട്ട് ചെയ്യുന്ന പറഞ്ഞാൽ അവരുടെ മുമ്പിലല്ല ഈ കാണിക്കണേ സ്കോട്ട് ചെയ്യണേ അല്ലേ? അപ്പൊ ഇത്രത്തോളം കഴിവുള്ള ആൾക്കാരായിട്ട് മാറി. ദെൻ ഒരു ദിവസം അവൻ എന്നോട് ചോദിച്ചു, നമ്മുടെ ലാലേട്ടനോടൊപ്പം ഇതിൽ കൂടെ പോയിന്ന്, ഏത് ഫ്ലൈറ്റ് പ്രൈവറ്റ് ജെറ്റിൽ പോയിന്ന്. എന്നിട്ട് അതിന്റെ സെൽഫി കിട്ടപ്പോ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പ്രൗഡ് ഫീലിംഗ് അല്ലേ? സെലിബ്രിറ്റി ട്രെയിനർ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എത്രത്തോളം പേരുള്ള സെലിബ്രിറ്റി ട്രെയിനേഴ്സ് ഇപ്പൊ കേരളത്തിൽ നിന്ന് അങ്ങനത്തെ ഒരു പേര് കേൾക്കുന്നുണ്ടോ? ഇനി വരട്ടെ, ഇനിയുള്ള 10ഓ 20ഓ വർഷത്തിന് മുമ്പ് ചിലപ്പോ അന്നൊന്നും ഞാനൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ ഒരു യുഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പം ഇത് കേട്ടോണ്ടിരിക്കുന്ന പലർക്കും സെലിബ്രിറ്റി ട്രെയിനർ ആകണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളവര്. ഇപ്പൊ ഈ സെലിബ്രിറ്റി ട്രെയിനർ ആകണമെങ്കിൽ എന്തൊക്കെയാണ് ആ ഒരു ട്രെയിനറിന് വേണ്ട ഗുണങ്ങളും ഏതെങ്കിലും ഒരു സെലിബ്രിറ്റി നമ്മളെ വിളിച്ചോണ്ട് പോയി കഴിഞ്ഞാല് വിളിച്ചോണ്ട് പോകും, ഷവർ പോലെ വിളിച്ചോണ്ട് പോകും. അല്ല, അപ്പൊ അവരെങ്ങനെയായിരിക്കും ചൂസ് ചെയ്യണം സാറിന്റെ ഒരു ഇതിപ്പോ ഓരോരുത്തരുടെ ശരിക്കും ഇടപെടലുകളാണ്. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എന്റെ കൊളീഗാണ്. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, എടാ എനിക്ക് ഒരു സെലിബ്രിറ്റിക്ക് ട്രെയിനർ കൊടുക്കണം, അപ്പോ എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, നമുക്ക് ഈ പയ്യനെ കൊടുക്കാം അല്ലെ, അവൻ അത്യാവശ്യം നല്ല പയ്യന, അത്യാവശ്യം നോളജ് ഒക്കെ ഉണ്ട്, ഈ പയ്യനെ കൊടുക്കാം അല്ലെ. ദെൻ അങ്ങനെ ഞങ്ങൾ പറഞ്ഞു വിട്ട് അവൻ പൃഥ്വിരാജിന്റെ ട്രെയിനറായി. മനസ്സിലായോ? ദെൻ അതാണ് നമ്മൾക്ക് കണക്ഷൻസും കോണ്ടാക്ട്സും ഉള്ള ആൾക്കാർക്ക് നമ്മൾ ബന്ധിപ്പിച്ച് കൊടുക്കുമ്പോ ഓട്ടോമാറ്റിക്കലി അവര് വലിയ സെലിബ്രിറ്റി ട്രെയിനറായി മാറും. ദെൻ ഒറ്റ ദിവസം കൊണ്ട് അയാളെ കൊണ്ട് പോവില്ല. നമ്മൾ സെലക്ട് ചെയ്യുന്ന പയ്യൻ അവർക്ക് സ്യൂട്ട് ആവണം നമുക്ക് തോന്നണം അല്ലെ? അവരുടെ മൈൻഡിൽ അവരെ പലപ്പോഴും അവരെ ഒരു സെലിബ്രിറ്റിയാണ്, അവരുടെ മറ്റുള്ള സ്ഥലത്ത് നിന്നൊക്കെ ഇവരെ ട്രസ്റ്റ് ചെയ്തിട്ടാണ് 1 hour ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ആ ലെവലിലേക്ക് അവർക്ക് കൊണ്ടുപോകാൻ പറ്റണം. ഇപ്പൊ നിവിന് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ കുറെ ആൾക്കാരുടെ ട്രെയിനേഴ്സ് ആയിട്ട് നമ്മുടെ പിള്ളേരൊക്കെ മാറിയിട്ടുണ്ട്. ഒരു ദിവസം വന്നിട്ട് എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, ഒരു സെലിബ്രിറ്റിയുടെ കൂടെ ട്രെയിനർ അയക്കണം, 1 month 2 months വിയറ്റ്നാമിൽ എവിടെയും ഷൂട്ടിങ്ങിന് പോകും. അപ്പൊ ഞാൻ പിള്ളേരോട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കാ പോവാൻ താല്പര്യം എന്ന് പറഞ്ഞു. അവര് പെട്ടെന്ന് ഇങ്ങനെ കൈപൊക്കി കഴിഞ്ഞപ്പോഴേക്കും വരാൻ പറഞ്ഞു, വിട്ടു. അവൻ ദിലീപിന്റെ ട്രെയിനറായിട്ട് രണ്ടും മാസം പുറത്തുണ്ടാക്കും. അപ്പൊ ലൈഫ് ചേഞ്ച് ചെയ്യണപ്പോഴെന്നാണെന്നറിയോ? ലൈഫ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ആരൊക്കെ റെഡിയാന്ന് ചോദിക്കുമ്പോ ആദ്യം കൈ പൊക്കിയേക്കണം. നമ്മൾ കൈ എപ്പോഴും താഴ്ത്തിട്ടേക്കണ ഒരു മനുഷ്യനും ഇന്ന് വരെ വിജയം കണ്ടിട്ടില്ലേ? ഈ ഫിറ്റ് ആൻഡ് മെറ്റ് അക്കാഡമി മറ്റ് അക്കാഡമിയിൽ നിന്ന് എന്തൊക്കെയാണ് വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് തന്നെ വന്ന് പഠിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളായിരിക്കും കിട്ടാൻ പോകുന്നത് എന്ന് പ്രതീക്ഷിച്ച് ഇത് കേട്ടോണ്ടിരിക്കുന്നവരോട് എന്താ പറയാനുള്ളത്? ഇപ്പോ നമ്മള് ഒരു ജോബ് എന്ന് പറയുമ്പോ ഒരിക്കൽ പോലും ഞങ്ങൾ ഫസ്റ്റ് ഒരു കോൾ എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഞങ്ങൾ കോഴ്സിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഞങ്ങൾ അവരെ കുറിച്ച് ചോദിക്കും. ആദ്യം നിങ്ങൾ എന്താണ്, എന്തുകൊണ്ട് ഈ കോഴ്സ് പഠിക്കാൻ നിങ്ങൾ പറയുന്നു? ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ടാണോ? ബിക്കോസ് അങ്ങനത്തെ ഒരു കോഴ്സ് അല്ല. നിങ്ങൾ ജിമ്മിൽ പോകുന്നുണ്ടോ,
നിങ്ങൾ രാവിലെ വൈകുന്നേരം എന്തെങ്കിലും ജിമ്മിൽ പോയിട്ടുണ്ടോ, വർക്കൗട്ട് ചെയ്തിട്ടുണ്ടോ, നിങ്ങൾക്ക് ഈ ജോബിന്റെ ടൈമിങ്ങിനെ കുറിച്ച് അറിയാവോ, ഇതൊക്കെ ഞങ്ങൾ ചോദിച്ചിട്ട് ഏകദേശം 90% യെസ് 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 അല്ലെങ്കിൽ 100% യെസ് എന്ന് പറയുമ്പോൾ മാത്രമേ ഞങ്ങൾ ഞങ്ങളുടെ കോഴ്സിനെ കുറിച്ച് പറയാറുള്ളൂ. ഓക്കെ. അതായത് ഈ ഇൻഡസ്ട്രിയിൽ കുട്ടികൾക്ക് ഒരു പാഷൻ ഉണ്ടായിരിക്കണം, എന്നാൽ മാത്രമേ, അല്ലാതെ നമ്മളൊരു ഫീൽഡിലോട്ട് കൊണ്ട്, അത് ഏതൊരു ഫീൽഡ് പോലെ തന്നെയാ അല്ല, ഈ നമ്മളെ ഫീൽഡ് കുട്ടികളെ. കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. അതെ, അല്ല, നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് ഇല്ലാതെ നമ്മൾ കൊണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വലിയ സക്സസ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പൊ പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും, ട്രെയിനർ ആയി പക്ഷെ വലിയ സക്സസ് ഒന്നും ആയിട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ അത് അവർക്ക് അതിനോട് പാഷൻ ഇല്ലാത്തതിന്റെയാണ് മെയിൻ ആയിട്ട്. സോ വർക്ക് ചെയ്യാൻ താല്പര്യമില്ല, ദെൻ ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ട് ഈ ഇൻഡസ്ട്രിയിൽ നല്ല സാലറി കിട്ടും, ഇൻസെന്റീവ് കിട്ടും എന്നുള്ളൊരു രീതിയിലേക്ക് മാത്രം ഒരു അവയർനെസ്സോട് കൂടെ വന്നിട്ടുള്ളവരായിരിക്കാം അങ്ങനെ പോയിട്ടുള്ളത്. പിന്നെ ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും വലുത്. ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു സംഭവത്തിലും നമ്മുടെ ആറ്റിറ്റ്യൂഡ് നല്ലൊരു പാഷൻ നന്നായിട്ട് കരിയറിലേക്ക് കൊണ്ടുപോകണമെന്ന് ഞാൻ വിചാരിച്ച പിന്നെ എന്നെ ആരും തോപ്പിക്കത്തില്ല. അതാണ് ആ ആറ്റിറ്റ്യൂഡ് സെറ്റ് ചെയ്യിപ്പിക്കാനായിട്ടുള്ള. ഞാൻ ക്ലിനിക്കൽ സൈക്കോളജി ഇപ്പോൾ എൻ്റെ 3ാമത്തെ PG ആണ്. അപ്പോൾ ഞാൻ ഹിപ്നോട്ടിസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ MBA ചെയ്തിട്ടുണ്ട്. എൻ്റെ 2ാമത്തെ PG ചെയ്തത് MBAയിലാണ്. അപ്പോൾ മാർക്കറ്റിംഗ് ആൻഡ് ഹോസ്പിറ്റാലിറ്റി, അപ്പോൾ ബിസിനസ് മാനേജ്മെന്റിനെ കുറിച്ച് പഠിപ്പിക്കാൻ പറ്റും. എനിക്ക് അനാട്ടമിയാണ് എൻ്റെ വേറൊരു PG വരുന്നത്, അപ്പോൾ മെഡിക്കൽ അനാട്ടമിയാണ്. അപ്പോൾ ഞാൻ നീറ്റ് പിള്ളേരൊക്കെ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഈ അങ്ങനെയുള്ള രീതിയിൽ അനാട്ടമി ഫിസിയോളജി ഒക്കെ പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും സ്കില്ല് ഞാൻ ഇവിടെ ഓൾമോസ്റ്റ് കമ്പൈൻ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഒരു കരിക്കുലം സ്ട്രക്ചേഴ്സ് കൊടുക്കുന്നത്. അപ്പൊ പിള്ളേരെ ഒരു തരത്തിൽ തിയറട്ടി മാത്രം പഠിപ്പിച്ചിട്ടല്ല, അവർ ഈ പറയുന്ന ഗോതയിൽ എങ്ങനെ വിജയിക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ആ പിള്ളേരെ പഠിപ്പിക്കണം. എന്നാൽ മാത്രമേ നമ്മളെങ്ങനെ ആ സക്സസ്ഫുൾ ആവും എന്ന് അവർക്ക് മനസ്സിലാവുള്ളൂ, അവർ കോൺഫിഡന്റ് ആയിട്ട് ഈ ഫീൽഡിലേക്ക് വരത്തുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള മെന്റേഴ്സും ട്യൂട്ടേഴ്സും ഗൈഡും ഒക്കെ നമ്മുടെ ഇവിടെ ഉള്ളത് കൊണ്ട് അത്യാവശ്യം നമ്മൾ കുറച്ചും കൂടി സേഫ് ആയിട്ട് പിള്ളേരെ പറഞ്ഞു വിട്ടോളാം എന്നൊരു സമാധാനം ഉണ്ട്. കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മളുടെ ഒരു ഫിറ്റ്നസ് സെന്ററും കൂടെ തുടങ്ങിയിട്ടുള്ളത്. അവരുടെ ട്രെയിനിങ് കാര്യങ്ങൾ, അതായത് ഒരു കുട്ടി പഠിച്ചിറങ്ങുമ്പോഴത്തേക്കും അവർ പ്രോപ്പർ ആയിട്ട് എല്ലാ തരത്തിലുള്ള ട്രെയിനിങ്ങും അതിന്റെ ഫോംസ് ആൻഡ് ടെക്നിക്സും കാര്യങ്ങളും എല്ലാം പഠിച്ച് ഇറങ്ങണം എന്നുള്ളത് കൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട്, അതായത് അവർ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ അവരുടെ വർക്ക്ഔട്ടും ഈ 3 months ഡ്യൂറേഷനിലാണ് നമ്മൾ റിവിഷൻ ക്ലാസ് അടക്കം കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അപ്പൊ അവർക്ക് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ കൊടുക്കും. സോ അവർ പഠിച്ച കാര്യങ്ങൾ അവർ വർക്ക്ഔട്ട് അവർ ഇംപ്ലിമെന്റ് ചെയ്താലല്ലേ അവർക്ക് അത് കൂടുതലായിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റിയും കൂടെ നമ്മൾ ഓഫ്ലൈൻ വരുന്ന എല്ലാ കുട്ടികൾക്കും ഈ ഫെസിലിറ്റീസ് അവൈൽ ചെയ്യാം. അത് ഒരു വലിയ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ്, പല അക്കാഡമീസും ഈ പറയുന്ന ജിമ്മിന്റെ ഫെസിലിറ്റീസ് ഒരു പെർട്ടിക്കുലർ ടൈമിൽ റെസ്ട്രിക്ട് ചെയ്തുകൊണ്ടാണ്. ഞങ്ങളുടെ ഈ ജിമ്മില് സാധാരണ ഏതൊരു ഫിറ്റ്നസ് സെന്റേഴ്സിലുള്ള എല്ലാ എക്യുപ്മെന്റും നമുക്ക് ഇവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മളുടെ പ്രയോറിറ്റി സ്റ്റുഡൻസിനാണ്. ഇത് സ്റ്റുഡന്റ് ലാബാണ്. ഞങ്ങളിത് ഇപ്പോൾ എല്ലാവരും ചോദിക്കും, നിങ്ങളൊരു ജിമ്മായിട്ട് ഇത് റൺ ചെയ്യാൻ പാടില്ലേ, അപ്പുറത്തുള്ള എല്ലാം അതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് മെഷീൻസ് ഉണ്ടല്ലോ, 2 ഫ്ലോറിൽ ഉണ്ടല്ലോ. ഞാൻ പറയും വേണ്ട, എനിക്കിത് പിള്ളേർക്ക് ഉള്ള ലാബായിട്ടാണ്. ഞാനൊരു ജിം ഓണറല്ല, ഞാനൊരു അക്കാഡമി ഓണറാണ്. ഞാൻ ഒരു എൻ്റെ ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞാൻ ലിസി ഹോസ്പിറ്റലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ നിന്ന് ഞാൻ നോക്കുമ്പോൾ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോ ഞാൻ അങ്ങോട്ട് പോയി. ബോംബെയിലായിരുന്നു. അവിടെ കുറെ നാളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പൊ എന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് മാരേജ് എന്റെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു കല്യാണം കഴിച്ചത്. അപ്പൊ ആള് എനിക്ക് ക്ലാസ്സിൽ പോവാനായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നുവിടും, ദിലീപിന്റെ പഴയ സിനിമയിലെ പോലെ. അപ്പൊ എന്നെ ക്ലാസ്സിലൊക്കെ ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു. നോർമലി കല്യാണം കഴിച്ച ഹസ്ബൻഡാണ് പോയിട്ട് ടീച്ചർ എക്സ്പോസിഷനൊക്കെ എഴുതി എന്റെ റെക്കോർഡ് കാര്യങ്ങളൊക്കെ വരച്ചു തരാനായിട്ടൊക്കെ പുറകെ നടക്കും. ആള് റെക്കോർഡൊക്കെ വരച്ചു തന്ന് ഈ അടുത്ത് കൂടെ എന്റെ സൈക്കോളജിയുടെ കുറെ റെക്കോർഡ്സ് ഒക്കെ ഞാൻ ദൈവമായി യൂണിവേഴ്സിറ്റി കേൾക്കണ്ട വേണ്ട. അപ്പൊ ഞാൻ ഇതുപോലെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ ഫീൽഡ് വന്നപ്പോ എനിക്ക് തോന്നി, ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പോകും, പിന്നെ 9 മണിയാകുമ്പോൾ തിരിച്ചു വരും. അപ്പോഴേക്കും ആള് കോൾ സെന്ററിൽ പോകും, ആള് 5 മണിയാകുമ്പോൾ തിരിച്ചു വരും. ഞങ്ങൾ തമ്മിൽ കാണുന്നില്ല. എനിക്ക് പല ഷിഫ്റ്റുകളായിരുന്നു. ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് വരും, ചിലപ്പോൾ ഡേ ഷിഫ്റ്റ് വരും, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തെ നൈറ്റ് ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ സജിത്ത് വന്നു കഴിഞ്ഞിട്ട് ചിലപ്പോൾ ആ TV കണ്ടോണ്ടിരിക്കുന്ന ആ ചെയറിൽ ഇരുന്ന് ഉറങ്ങുന്ന ഒരു സിറ്റുവേഷൻ വരെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം രണ്ടുപേരും 2 ടൈമിങ് പല ഇൻസിഡൻസ് ഇങ്ങനെ വന്നപ്പോ എന്നോട് പറഞ്ഞു, പുള്ളി വർക്ക് ചെയ്തോണ്ടിരുന്ന അവിടെ വേക്കൻസി ഉണ്ട്, നീ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂന്ന് പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് ഡേയിൽ തന്നെ പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത്. സീരിയസ്ലി പുള്ളി കാരണം തന്നെയാണ് ഞാൻ ഈ ഫിറ്റ്നസ് ഇൻഡസ്ട്രിയിലോട്ട് വരുന്നത്. അവസാനം എന്താ സംഭവിച്ചത്, അവളെ മതി അവർക്ക്, എന്നെ വേണ്ട.
അപ്പൊ ഞാൻ ഇവിടെ ജോലി കിട്ടി കഴിഞ്ഞപ്പോ ആളെവിടെ ചെന്നു, ആ സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പുള്ളീനെ മതി എല്ലാവർക്കും, നമ്മളെ വേണ്ട. ഞാൻ Because കേറിയതെന്ന് പറഞ്ഞു she കഴിഞ്ഞാൽ became the star. ഞാൻ അവിടെ കയറിയതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽസ് കൺസൾട്ടന്റ് ആയിട്ടാണ് അവിടെ, അതായത് മെമ്പർഷിപ്പ് കൺസൾട്ടന്റ് ആയിട്ടാണ് എന്റെ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ വരുന്ന ക്ലയൻസിനോടെല്ലാം നന്നായിട്ട് മിങ്കിൾ ചെയ്യും, നന്നായിട്ട് അവരായിട്ട് ഒരു റാപ്പോ കീപ്പ് ചെയ്യും. മാക്സിമം ഓരോ എൻക്വയറി വന്നു കഴിഞ്ഞാലും അതെങ്ങനെ ക്ലോസ് ചെയ്യണം. സെയിൽസ് എന്ന് പറയുന്നത് എനിക്കൊരു പാഷനാണ്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് ഞാൻ അത് നന്നായിട്ട് വിശ്വസിക്കത്തില്ല, ആ ഇനോഗ്രേഷൻ മന്തില് അത്രയും വർഷങ്ങൾക്ക് മുമ്പ് 40 ലക്ഷം രൂപ ഒരു ഫിറ്റ്നസ് സെന്ററിൽ നിന്ന് ഒരു മാസം ടാർഗറ്റ് ഫിക്സ് ചെയ്തു എന്ന് പറയുമ്പോ അല്ല, എന്റെ ഒറ്റയ്ക്കുള്ള എഫേർട്ട് അല്ല കേട്ടോ, എല്ലാവരും കൂടി കമ്പൈൻ ഉണ്ട്. ചെയ്തിട്ടുള്ള പക്ഷെ എഫേർട്ട് ആണത്. ആ ഒരു ടീം അതിലൊരു എഫേർട്ട് ആണെങ്കിലും 40 ലക്ഷം രൂപ ഭാഗമാവുമ്പോ ഒരു ഫിറ്റ്നസ് സെന്ററിൽ മന്ത്ലി അവർക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നീട് 20-30 കണ്ടിന്യൂസ്ലി നമുക്ക് ടേൺ ഓവർ ആവും. അപ്പൊ ഇത് നിങ്ങൾ കാണുന്ന പോലെ ഫിറ്റ്നസ് ഇൻഡസ്ട്രി 10-30 പേർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഏരിയ മാനേജേഴ്സ് വരുന്നത് ഒരു ഫ്ലൈറ്റിന് നേരെ ഇവിടെ വരുന്നു, 4 ദിവസം നിൽക്കുന്നു, നേരെ ആഗ്രയിലേക്ക് പോകുന്നു, അവിടെ 3 ദിവസം നിൽക്കുന്നു, അവളുടെ സാലറി 4-5 ലക്ഷം ഉണ്ട്. അപ്പൊ ഇവരെല്ലാവരും ഈ ആദ്യം തുടങ്ങിയത് ഒന്നില്ലെങ്കിൽ ഡയറ്റീഷ്യൻ ആയിട്ടോ അല്ലെങ്കിൽ ട്രെയിനർ ആയിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ട്രെയിനർക്ക് ഉയർച്ചയുണ്ട്, ഒരുപാട് ഉയർച്ചയുണ്ട്. അതെ, പക്ഷെ ഈ ഒരു സെന്ററിൽ ഞങ്ങൾ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ തൽവാൽക്കോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫിറ്റ്നസ് സെന്റർ ആണ്. കോർപ്പറേറ്റ് ഫിറ്റ്നസ് സെന്റർ ആണ് അത്. ഫസ്റ്റ് കേരളത്തില് ഫാമിലി ഫിറ്റ്നസ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു ലെവലിലോട്ട് വന്നത് നിങ്ങൾ കാണുന്ന ഫിറ്റ്നസ് സെന്ററിന്റെ സമ്പ്രദായം ഉണ്ടാക്കി തന്നവരാ, ഫസ്റ്റ് കൊണ്ടുവന്നത് അവരായിരുന്നു. അപ്പൊ അവിടെ നിന്നാണ് ഈ റോമിംഗ് മാനേജേഴ്സ് വരുന്നു, ഇവരുടെ ട്രെയിനിങ്, അതുപോലെ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും ഇവര് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും ചെയ്യുന്നതും ഒക്കെ. അപ്പൊ സെയിം ഡേയിൽ തന്നെ ഒരു ക്ലയന്റ് വരുന്നു, നമ്മൾ അവരെ ക്ലോസ് ചെയ്യുന്നു, അവരോട് നമ്മൾ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ഇതെല്ലാമാണ് ഇവര് നമ്മളെ അസസ് ചെയ്യുന്നത്. സോ ഈ രീതിയിൽ അവരുടെ പെറ്റാവാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഭാഗ്യമല്ലേ. അല്ല, അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഗൾഫിലേക്ക് പോയി, ഞങ്ങള് ദുബൈയിലേക്ക് പോയി. അവിടെ ഞങ്ങൾക്ക് വേറെ ഓപ്പർച്യൂണിറ്റി വന്നു. അപ്പൊ ഞങ്ങള് പോകുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ആള് പോകുമ്പോ അവരെല്ലാവരും കരഞ്ഞ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഓക്കെ, ആൾക്ക് ഈ ഒരു ഇൻഡസ്ട്രി, ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും നമ്മള് വളരെ സീരിയസ് ആയിട്ട് ഞങ്ങള് പറയായിരുന്നു, ഒരു കൊതുക് മുമ്പിൽ കൂടെ പോയാലും ആള് പിടിച്ച് ജിമ്മ് ജോയിൻ ചെയ്യിപ്പിക്കുന്നു പോലെ ലെവലില് അവളത് കൺവിൻസിങ് ആണ്. പിന്നെ അത് വളരെയധികം ഇപ്പോ പിന്നെ വേറൊരു ഗുണം ഉണ്ടായിരുന്നു, ഞങ്ങള് ഫാമിലീസ്, അപ്പൊ ഹസ്ബൻഡ് ആണ് വൈഫാണെന്ന് അറിയാം. അപ്പൊ നിങ്ങൾ ഒരു ലേഡീനെ, ഒരുത്തന്റെ വൈഫിനെ ഒക്കെ കൊണ്ടുവരുമ്പോ പണ്ടത്തെ കാലത്ത് ഒരു ജിമ്മിലേക്ക് പറഞ്ഞുവിടാൻ പേടി അവർക്ക് അല്ലെ. അപ്പൊ നോക്കുമ്പോ നിങ്ങളുടെ ഫാമിലി ഉണ്ട്, അപ്പൊ ഒരു പെണ്ണായിട്ട് സംസാരിക്കുന്നു. ഇപ്പൊ പല സ്റ്റുഡൻസിനെയും അവളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ മദേഴ്സ് ആണ് സംസാരിക്കുന്നത്, എന്റെ മോനൊന്ന് നോക്കിയൊക്കെയാണ്. അപ്പൊ ഇവളും പറയുന്നത് നോർമലി എന്റെ വൈഫ്, എനിക്കും 3 ആൺകുട്ടികളുണ്ട്. അപ്പൊ ആ ഒരു മദർലി ഫാദർലി കെയറിങ് ഒക്കെ ഞങ്ങൾക്ക് ഏകദേശം ഈ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് അവിടെയും കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, ഇവിടെയും കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെ ഒരു പ്ലസ് പോയിന്റ്. ഞങ്ങളുടെ ഒരു പ്ലസ് പോയിന്റ്. കാരണം ഞങ്ങൾ 2 പേര് ഈ ഫീൽഡിൽ നിന്നുകൊണ്ട് ഞങ്ങൾ സ്റ്റുഡൻസിനെ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റുഡൻസ് ആയിട്ട് അവർ കയറി വന്നാലും പോകുന്നത് നമ്മുടെ മക്കളെ പോലെ തന്നെയാണ്. നമ്മൾ അങ്ങനെ തന്നെ ഒരു ഫീലിംഗിൽ. അപ്പൊ അവര് നമ്മുടെ മക്കൾക്ക് എത്രത്തോളം നല്ല ശമ്പളം കിട്ടുന്നു, ജോലി കിട്ടുന്നു. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു പയ്യനുണ്ട്, അവൻ വളരെ പോപ്പുലർ ആണെന്ന് ഇൻഡസ്ട്രിയിൽ. അവന് എപ്പോഴും നെഗറ്റീവ് കമന്റ് കൊടുക്കുന്നത് നടിമാരെ പൊക്കുന്നു എന്നാ. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പോ ആ പയ്യൻ എന്റെ സ്റ്റുഡന്റ് ആണ്. അപ്പൊ അവൻ എന്നോട് പറയും, സാറ് മാർക്കറ്റ് ചെയ്യണ രീതി ശരിയല്ല. ബിക്കോസ് ഞാൻ പറയട്ടെ, നിന്നിൽ നിന്ന് ഞാൻ പഠിക്കാം. കാരണം വെച്ചാല് അതാണ് അവന്റെ വിജയം. അവൻ ഉണ്ടാക്കിയ ബ്രാൻഡ്, അവൻ ഇന്ന് 4-5 ഡോക്ടേഴ്സിന് ശമ്പളം കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ദാറ്റ് മീൻസ് ആ ലെവലിലേക്ക് അവൻ ആ നോളജും ഇതും, ഒരു പൈസയും കിട്ടാണ്ട് ഇത്രയും പൈസ നമുക്ക് അഡ്വർടൈസ്മെന്റ് ഒന്നും മുടക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ ലെവലിലേക്ക് അവൻ ഗ്രോ ചെയ്യാനായിട്ട് നമ്മുടെ പിള്ളേരെ ഏകദേശം, അതൊന്നും നമ്മളാക്കി തോന്നല്ലോ കേട്ടോ, അത് അവരുടെ കഴിവ് തന്നെയാണ് അല്ലെ. അപ്പൊ അവരുടെ കഴിവ് നോക്കി ഞാൻ പലതും പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത് നോളജ് എന്ന് പറഞ്ഞ ഒരു ബാർട്ടർ സിസ്റ്റം. നിങ്ങളുടെ നല്ല പ്ലസ് പോയിന്റിലേക്ക് ഞാൻ വന്ന് നോക്കും, നിങ്ങൾ എന്തൊക്കെ നല്ല നല്ല ചെയ്യുന്നുണ്ട്, നിങ്ങൾ നല്ല എന്തൊക്കെ പറയുന്നുണ്ട്, അത് ഞാൻ അത്യാവശ്യം എനിക്ക് പറ്റാവുന്നതൊക്കെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യും, മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ ലൈഫ് ലോങ് നമ്മുടെ നോളജ് എന്ന് പറയുന്നത്, സ്കിൽ എന്ന് പറയുന്നത് ലൈഫ് ലോങ് ജേണിയാണ്. ഞാനിന്നൊന്നും കംപ്ലീറ്റ് ഒന്നും അല്ല. ചിലപ്പോ നാളെ സയൻസ് മാറും. കാരണം വെച്ചാൽ കുറെ നാൾക്ക് മുമ്പ് മുട്ടയുടെ മഞ്ഞ കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ വരുമായിരുന്നു. അമേരിക്കൻ ചാനൽ അത് മാറ്റി. മുട്ടയുടെ മഞ്ഞയല്ല നിങ്ങൾക്ക് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത്, നിങ്ങൾക്ക് ലിവറാണ് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത്. അപ്പൊ 1-2 മഞ്ഞ കഴിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കഴിഞ്ഞ 10 വർഷമായിട്ട് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും നമ്മുടെ ആൾക്കാർ ഇതേ മഞ്ഞ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മഞ്ഞ എടുത്ത് കളയാം അല്ലെ. അപ്പൊ ഈ ചിന്തകൾ നമ്മുടെ വെളിച്ചെണ്ണയില് മാറ്റം വരുന്നു. ദെൻ നെയ്യ്,
ഇതൊക്കെ പുതിയ പുതിയ സ്റ്റഡീസ് ആണ്. അപ്പൊ ഇന്നലെ വരെ തെറ്റ് എന്ന് പറയുന്ന സാധനം ഇന്ന് ശരിയാണ് അല്ലെ? ഇങ്ങനെ ഓരോ സമയത്തും കീപ്പ് ഓൺ അപ്ഡേറ്റിംഗ് യുവർ നോളജ്. അപ്പൊ ജേണി എന്ന് പറയണത്, സ്കിൽ എന്ന് പറയണത് എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഈ പിള്ളേർക്കും അങ്ങനെ തന്നെ പഠിച്ചുകൊണ്ട് പോകുന്നത്. ദെൻ വൺസ് നമ്മൾ ഈ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഞാൻ പിള്ളേരോട് പറയുന്ന ഒറ്റ കാര്യം, നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നത് നിങ്ങൾ പണിയെടുക്കുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ, ഒരു 5.5 വർഷം പഠിക്കുന്ന ഒരു ആള് ഇന്റേൺഷിപ്പ് എല്ലാം കഴിഞ്ഞു എന്ന് വെച്ചോ, അവന് ഒരു ഡോക്ടറല്ല, അവൻ പഠിക്കാൻ പോകുന്ന എപ്പോഴാ? പേഷ്യൻസിന്റെ അടുത്തേക്ക് ചെന്ന് ഇന്ററാക്ട് ചെയ്ത് ദെൻ കുറെ ഇന്ററാക്ഷൻസിലൂടെ എക്സ്പീരിയൻസിലൂടെയാണ് അവൻ ഡോക്ടറായി മാറണേ. ഒരു വക്കീൽ എങ്ങനെയാ മാറണേ അല്ലേ? അപ്പോൾ ദാറ്റ് മീൻസ് ആഫ്റ്റർ ഗ്രാജുവേഷൻ ആണ് നിങ്ങളുടെ തൊഴിൽ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ചിലര് ഇത്തിരി നേരത്തെ സ്റ്റാർ ആവും, എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി, ചിലർ ഇത്തിരി വൈകിട്ട് വരും. അപ്പൊ നമുക്ക് തുടങ്ങാനായിട്ടുള്ള ഫൗണ്ടേഷൻ ബ്രിക്സുകളൊക്കെ നമ്മൾ ഫോം ചെയ്തു. ഓക്കെ. ഇപ്പൊ ഫൈനലായിട്ട് ഒരു ജിം ട്രെയിനർ സെറ്റിൽഡ് ആണ്, അല്ലെങ്കിൽ അവൻ ഈ കരിയർ ഇനി തിരിഞ്ഞു നോക്കണ്ട, ഇപ്പൊ നിങ്ങൾ കുറെ അക്കാഡമി നടത്തി ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു രണ്ടുപേരായതുകൊണ്ട് ഞാൻ ചോദിക്കാണ്, എപ്പോഴാണ് ഒരു ജിം ട്രെയിനർ സെറ്റിൽഡ് ആണ് എന്ന് പൂർണ്ണമായിട്ട് പറയാൻ പറ്റുന്നത്? അതെ, ഇത് അവന്റെ ലൈഫ്, അവന്റെ ഫൈനാൻഷ്യൽ നീഡ്സും ബാക്കി അവന്റെ ഹാപ്പിനെസ് നീഡ്സും എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് അവന് തന്നെ ബോധ്യപ്പെടുന്ന ആ നിമിഷമാണ് നമ്മൾ സെറ്റിൽഡ് എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. അതായത് നമ്മുടെ ഫിനാൻഷ്യൽ സ്ട്രഗ്ലിംഗ് ഉണ്ടാവരുത്, അതിനോടൊപ്പം തന്നെ എന്റെ ലൈഫിന്റെ എല്ലാ ഏരിയാസ് ഓഫ് ഹാപ്പിനെസ്സും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റണം. അപ്പൊ അങ്ങനെ ചെയ്യുന്ന കുറെ പിള്ളേരെ ഇപ്പൊ ചിലപ്പോ നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നും ഓക്കെ സമാധാനമായില്ലേ. ദെൻ ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഷിപ്പ് എന്നൊക്കെ പോയി വന്ന പിള്ളേര് ഈ പിള്ളേർക്ക് ക്ലാസ് കൊടുക്കാൻ വേണ്ടി വന്നു. ഞാനിവിടെ പഠിച്ചത്, അപ്പൊ എനിക്ക് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പൊ എല്ലാ വർഷവും 2 പ്രാവശ്യമൊക്കെ വെച്ചിട്ട് ഇവിടെ ഷിപ്പില് ഇന്റർവ്യൂ, ക്രൂയിസ് ഇന്റർവ്യൂ ഒക്കെ ഉണ്ട്. പിന്നെ അല്ലാത്തവരൊക്കെ നമ്മൾ ഡൽഹിയിൽ, പൂനെയിലൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. അപ്പോ ആ ഒരു ക്വാളിറ്റി ഇതൊക്കെ നമ്മൾ ഈ ലൈഫ് സെറ്റിൽ ആവുന്ന ചില പാരന്റ്സ് വന്ന് പറയും, വീട് പണി കഴിഞ്ഞു, അവന്റെ പെങ്ങളെ അവനാ കെട്ടിച്ചു കൊടുത്തത്. ഒരു വീട്ടിൽ ചെന്നപ്പോ അവന്റെ അമ്മയ്ക്ക് 3 പവൻ മാല മേടിച്ചു കൊടുത്തു, 2 വള മേടിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞു. ഇത് സാധാരണക്കാരാണ് ഇവിടെ, മനസ്സിലായോ? 10ാം ക്ലാസ് +2 ഒക്കെ കഴിഞ്ഞ് പറഞ്ഞ സാധാരണക്കാരായിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ അടുത്തേക്ക് വരണേ. അല്ലാണ്ട് വലിയ കോടീശ്വരന്മാരൊന്നുമല്ല. കിടക്കാൻ കിടപ്പാടം പോലും മര്യാദക്ക് ഉണ്ടാവാത്ത പിള്ളേരെ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ഈ വർത്തമാനം കേൾക്കുമ്പോ അവിടെ നമുക്കൊരു സമാധാനമുണ്ട്. അതാണ് നമ്മളുടെ സെറ്റിൽഡ് എന്ന് പറയുന്നത്, നമ്മുടെ മിനിമം തോട്ട്സ് അല്ലേ? ഓക്കെ. ഫൈനലി എന്താണ് നമ്മുടെ പ്രശ്നം? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ഫിറ്റ് ആൻഡ് മെറ്റിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടാവും. അപ്പം ബാക്കി കാര്യങ്ങൾ, ഇതിന്റെ കോഴ്സ് ഡീറ്റെയിൽസും എങ്ങനെയാണ്, നിങ്ങളെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്താൽ മതി, എങ്ങനെയൊക്കെ, അതൊന്ന് ഫൈനലി ഒന്ന് പറയാമോ? ഫൈനലായിട്ട് പറഞ്ഞാൽ ഒരു പാഷൻ വേണം. അതായത് ഫിറ്റ്നസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ സാധാരണ ജോലി ചെയ്യണ പോലെ അല്ല. മിനിമം നിങ്ങൾക്കൊരു ജിമ്മിൽ പോവാനോ അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാനോ ഒക്കെ ഉള്ള ഒരു ഇഷ്ടം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് വരാറുണ്ടല്ലോ. പലപ്പോഴും ഈ തൊഴിലിലേക്ക് വന്നേക്കണ പല ആൾക്കാരും വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ട് ജിമ്മിൽ പോയിട്ട് പിന്നെ വെയിറ്റ് ഒക്കെ കുറച്ച് പിന്നെ അവരൊരു ട്രെയിനായി മാറും. ഇപ്പൊ നിങ്ങളോട് തന്നെ 3 മാസത്തോളം നമ്മൾ പറയും ഇന്നത് കഴിക്കരുത്, അത് കഴിക്കരുത്, ഇങ്ങനെ കഴിക്കണം, അങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ 3 മാസം കഴിയുമ്പോൾ ന്യൂട്രീഷനിസ്റ്റ് ആയി. പിന്നെ നിങ്ങൾക്ക് അതിനെ കുറിച്ച് കുറച്ചും കൂടെ ഇഷ്ടങ്ങൾ കൂടുതൽ തോന്നും. അത്തരക്കാര് ആണ് ഈ ഇൻഡസ്ട്രിയിലേക്ക് പോകുന്നത്. ഫ്രഷർ ആയിട്ട് പെട്ടെന്ന് ഈ ജോലി ചെയ്ത് കഴിഞ്ഞാൽ സാറ് പറഞ്ഞല്ലോ ക്രൂസിൽ പോവാൻ, ഷിപ്പ് പോവാം, ഇല്ല, ജിമ്മിൽ പോകണം. ജിമ്മിൽ പോകണം, ഫിറ്റ്നസ് സെന്ററിൽ പോകണം, അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യണം. ഏതെങ്കിലും സ്പോർട്സ് മേഖലയിലായിട്ട്, അതായത് കായിക വിനോദങ്ങളിലായിട്ട്, നമ്മൾ വീഡിയോ ഗെയിം ഒന്നും അല്ല കേട്ടോ, അല്ലാത്ത കാര്യങ്ങളിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്താൽ മതി. ഇവിടെയല്ല, എവിടെയാ നടക്കലും, മനസ്സിലായോ? അല്ലാതെ നിങ്ങൾ വരണ്ട, ഇവിടേക്ക് വരണ്ട. ബാക്കി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഒരു കോഴ്സിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ പറഞ്ഞു തരാൻ പറ്റാവുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. അത് കൗൺസിലിംഗ് എന്ന് പറയും. അത് പറഞ്ഞതിന് ശേഷം നിങ്ങൾക്കത് കൺവിൻസിങ് ആണെങ്കിൽ നിങ്ങൾക്ക് ആ പറയുന്ന ചില ഓഫേഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അതാണ് നമ്മൾ പ്രോസസ്. ഫിറ്റ് ആൻഡ് മെറ്റിന്റെ അല്ലേ? ആൻഡ് ഓവർ ടു യു ഫൈനലി. പ്രോപ്പർ ആയിട്ട് നോളജബിൾ ആയിട്ടുള്ള ട്രെയിനർ ആയിട്ട് മാറാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഫിറ്റ് ആൻഡ് മെറ്റ് ഫിറ്റ്നസ് അക്കാഡമിയിലോട്ട് സ്വാഗതം. അതെ, എപ്പോഴും തുറന്നിട്ടിരിക്കുകയാണ്. അറിവ് നേടാനുള്ള ആഗ്രഹം വേണം. വെറുതെ ഒരു സർട്ടിഫിക്കേഷൻ എടുത്ത് പോകുക എന്നുള്ള ആഗ്രഹം കൊണ്ട് ആരും നമ്മളെ കണക്ട് ചെയ്യണ്ട. സോ അറിവ് നേടി നല്ലൊരു ട്രെയിനർ ആയിട്ട് ഈ ഇൻഡസ്ട്രിക്ക് നല്ലൊരു ട്രെയിനർ ആയിട്ട് മാറാൻ ആഗ്രഹിക്കുന്ന ആർക്കും നമ്മളിലോട്ട് സ്വാഗതം. അതെ, എപ്പോഴും ഫിറ്റ് ആൻഡ് മെറ്റ് ഇങ്ങനെ തുറന്നിരിക്കുകയാണ്. അപ്പൊ ഒരുപാട് നല്ല നല്ല ട്രെയിനേഴ്സിനെ ഫിറ്റ് ആൻഡ് മെറ്റിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. കാരണം ഇനി ഫ്യൂച്ചർ ഹെൽത്ത് ഒക്കെ അവരുടെ കയ്യിലാണ് അല്ലേ? നമ്മളെ ഒന്ന് ഡിസിപ്ലിന്റെ വഴിയിലൂടെ നടത്തിപ്പിക്കുന്ന ഇങ്ങനത്തെ ഓരോ ട്രെയിനേഴ്സ് ആണ്. സോ ഇതിലൂടെ എനിക്ക് ട്രെയിനേഴ്സിനോടുള്ള ഒരു
കുറച്ചും കൂടി ബഹുമാനം കൂടി. കാരണം അവരുടെ ജേർണി അല്ലെങ്കിൽ അവർ എന്തൊക്കെയാണ്, ഇപ്പൊ സാറും മാമിനോട് സംസാരിച്ചപ്പോഴാണ് നമ്മളെന്താ ജിമ്മിലുള്ള ഒരാള് അല്ലെങ്കിൽ ഒരു അത്രേ ട്രെയിനർ, ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ള. ഇപ്പൊ നിങ്ങളുടെ ഒരു കോൺവെർസേഷൻ കഴിഞ്ഞപ്പോ ഒരുപാട് ട്രെയിനേഴ്സും ഇത് ടച്ചബിൾ ആയി കാണും, ഒരുപാട് പേര് ഇനി ട്രെയിനർ ആകണം എന്ന് പ്രൗഡായിട്ട് മുന്നോട്ടേക്ക് വരാൻ പറ്റുമെന്ന് ഞാനും ആശംസിക്കുന്നു. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.